പരിശുദ്ധ റമദാനിൽ നമ്മുടെ ദേഹേച്ഛകളെ നമ്മൾ പരിശീലിപ്പിക്കുകയാണ്. നമ്മുടെ വികാരങ്ങളെ നമ്മൾ കീഴ്പ്പെടുത്തുകയാണ്. എന്നാൽ ഈ റമദാനിൽ നമ്മൾ ശരിപ്പെടുത്തേണ്ട വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് നമ്മുടെ മൊബൈൽ എന്നുള്ളത്. നമ്മുടെ മൊബൈലുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ, ചില തീരുമാനങ്ങൾ, ചില പരിശീലനങ്ങൾ ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ നേടിയെടുക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ അധിക മനുഷ്യരുടെയും പരലോകത്തെ ബാധിക്കുന്ന ഒന്നായി അത് മാറിയിട്ടുണ്ട്. മരണത്തെ കൺമുന്നിൽ കാണുന്ന സമയത്ത് ഖാല റബ്ബിർജിഊൻ, മനുഷ്യർ പറയും, അല്ലാഹുവേ ഒന്ന് മടക്കണമേ, എന്നെ ഒന്നുകൂടെ ഒന്ന് മടക്കി അയക്കണമേ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഇനി ഞാൻ കുറേ ചെയ്തോളാമെന്നല്ല, ഇനി ഒരുപാട് പ്രവർത്തിച്ചു കൊള്ളാമെന്നല്ല, ഞാൻ ഉപേക്ഷിച്ച പലതുമുണ്ട്, ചെയ്യേണ്ടിയിരുന്ന, പ്രവർത്തിക്കേണ്ടിയിരുന്ന, എന്നാൽ ഞാനത് ചെയ്തിട്ടില്ല, ഉപേക്ഷിച്ചിട്ടുണ്ട്, അത് ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം. പക്ഷെ അള്ളാഹു നൽകുന്ന മറുപടി വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, ഒരാളുടെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു തആല പിന്തിപ്പിക്കുകയില്ല. ഇപ്പൊ മരണമെത്തിയാൽ, നമ്മുടെ അജലെത്തിയാൽ പിന്നീട് നമുക്ക് അവസരമില്ല. ഈ ദുനിയാവിലെ സമയമാണ് നമ്മുടെ ജീവിതം. ഒരു ദിവസം നമ്മൾ മൊബൈലിൽ സ്ക്രോൾ ചെയ്യുന്ന ആവറേജ് എന്നുള്ളത് 388 മീറ്ററാണ്. ഒരാളുടെ ആവറേജ് സ്ക്രോളിംഗ് 388 മീറ്റർ. ബുർജ് ഖലീഫയുടെ ഒരു പകുതിയോളം നമ്മുടെ സ്ക്രോളിംഗ് എത്തുന്നുണ്ട്. ഇത് നമ്മൾ അറിയുന്നില്ല. ഒരു പുസ്തകമാണെങ്കിൽ ഏത് പേജിൽ അവസാനിക്കും നമുക്കറിയാം. സോഷ്യൽ മീഡിയ അങ്ങനെയല്ല, അതിങ്ങനെ നീക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആ നഷ്ടപ്പെടുന്ന ഓരോ സമയവും നമ്മുടെ ആയുസ്സാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഇതൊക്കെ പറയുമ്പോൾ ആളുകളുടെ ഒരു ധാരണ കുട്ടികൾക്ക് അഡിക്ഷനാണ്, മൊബൈൽ അഡിക്ഷനാണ്. കുട്ടികൾക്കല്ല അഡിക്ഷൻ, മുതിർന്നവർക്കാണ്. ഒരു വേള കുട്ടികളെക്കാൾ മൊബൈൽ അഡിക്ഷൻ മുതിർന്നവർക്കാണ്. നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ, ആ വാട്സപ്പിൽ മെസ്സേജുകൾ കൊണ്ട് നടക്കുന്നത് ആരാണ്? കാരണവന്മാരാണ്, മുതിർന്നവരാണ്. ഒരു ഭിക്ഷാടകൻ ഒരാളെ തട്ടിക്കൊണ്ടുപോയാൽ ഉടനെ അത് അറിയിച്ചു. ലോകത്ത് എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് നടന്നാൽ ഉടനെ ആ വാർത്ത അവിടെ എത്തിച്ചു. ഒരു കുട്ടിയെ കാണാതായാൽ ആ വാർത്ത ഉടനെ, ലോകത്തുള്ള എല്ലാ വാർത്തയും അത് ഉടനെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാ ഗ്രൂപ്പിലേക്ക് പരത്താനും അതിനായി പല ആളുകളും അവരുടെ സമയം ഇങ്ങനെ മാറ്റിവെച്ചിരിക്കുക. പരിശുദ്ധ റമദാനിൽ ഖുർആൻ എത്ര ഓതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖുർആനുമായിട്ടൊരു ബന്ധവുമില്ല. സോഷ്യൽ മീഡിയകളിൽ അതിനായി ചടഞ്ഞിരിക്കുകയാണ്. വളരെ പ്രായമായ കുടുംബത്തിലെ ഒരാൾ രോഗിയാണെന്നറിഞ്ഞ് കാണാൻ ചെന്നപ്പോൾ ആ രോഗശയ്യയിൽ, ആ കിടക്കയിൽ കിടന്നുകൊണ്ട് റീല് കണ്ട് സമയം ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഒരു അവസാന കാലത്ത് പോലും, ഇസ്തിഗ്ഫാറുകളും തൗബയും അധികരിപ്പിക്കേണ്ട ആ സമയത്തു പോലും ആരൊക്കെയോ റീച്ചിന് വേണ്ടി ഉണ്ടാക്കി വിടുന്ന തമാശകളും ട്രോളുകളും പാട്ടുകളും കണ്ട് ജീവിതത്തിലെ വളരെ വിലപ്പെട്ട ഒരു സമയം, തിരിച്ചു കിട്ടാത്തൊരു സമയം, കെഞ്ചി നമ്മൾ ചോദിക്കുന്നൊരു സമയം, ആ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ചില തീരുമാനങ്ങൾ ഈ റമദാനിൽ നമ്മൾ എടുക്കണം. ഒന്ന്, നമ്മുടെ മൊബൈൽ എന്നുള്ളത് നമ്മുടെ ഇബാദത്തുകളെ ബാധിക്കരുത്. നമ്മുടെ ഇബാദത്തുകളെ ഒരിക്കലും നമ്മുടെ മൊബൈൽ ബാധിക്കരുത്. നമസ്കാരത്തെ അത് ബാധിക്കരുത്. രാവിലെ എഴുന്നേറ്റാൽ അദ്കാറുകളുണ്ട്. രാവിലെ എഴുന്നേറ്റ് ആദ്യം എടുക്കുന്നത് മൊബൈലാണ്. എന്നിട്ട് ആരാണ് മെസ്സേജ് അയച്ചത്, അതാണ് നമുക്കറിയേണ്ടത്. എഴുന്നേറ്റാലുള്ള അദ്കാറുകൾ നമുക്ക് ഓർമ്മയില്ല. പ്രദോഷത്തിൽ നമുക്ക് അദ്കാറുകളുണ്ട്.
വിരിപ്പിൽ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥനകളുണ്ട്. ഊതി, കൈകളിൽ ഊതി ശരീരത്തിൽ തടവേണ്ട അങ്ങനെയുള്ള റസൂലുള്ളാഹിയുടെ സുന്നത്തുകളുണ്ട്. ഇതൊന്നുമില്ല. മൊബൈൽ ഇങ്ങനെ കണ്ട് 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 അവസാനം അങ്ങോട്ട് ഉറങ്ങാൻ, ആ മൊബൈലേറ്റ് അങ്ങോട്ട് ഉറങ്ങാൻ. സഹോദരന്മാരെ, നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ അദ്കാറുകളെ, നമ്മുടെ ഇബാദത്തുകളെ അതിനെ മൊബൈൽ ഒരിക്കലും ബാധിക്കാൻ പാടില്ല. ഹജ്ജും ഉംറക്കും പോയിട്ട് അവിടെ നിന്ന് ലൈവില്ല, വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് കഅബ കാണിച്ചു കൊടുക്കാണ്. ഇത് കാണാത്തതാണല്ലോ ആളുകൾ. ഹറമിൽ ചെന്ന് അവിടെ പ്രാർത്ഥിക്കേണ്ടതിന് പകരം, ആ ഇബാദത്തിൽ ശ്രദ്ധിക്കേണ്ടതിനു പകരം അവിടെയും മൊബൈൽ നമ്മുടെ ഇബാദത്തിനെ റാഞ്ചിയെടുക്കുകയാണ്. ഇപ്പൊ പുതിയ ട്രെൻഡാണ്. അത്തായം മുതൽ റീലാണ്. അത്തായത്തിന് എഴുന്നേൽക്കുന്നത് മുതൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അത്തായം, ഇന്നത്തെ അത്തായം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരിക്കലും നമ്മളുടെ ഇബാദത്തുകളെ അത് ബാധിക്കരുത്. ഈ റമദാനിൽ നമ്മളത് ശീലിച്ചെടുത്തേ തീരൂ. രണ്ടാമത്തൊരു വിഷയം, നമ്മുടെ കുടുംബത്തെ അത് ബാധിക്കരുത്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ നമ്മുടെ കുടുംബത്തെ ബാധിക്കരുത്. നമ്മൾ മൊബൈലിന് അധികം നൽകുന്ന സമയം എവിടെ നിന്നാണ് റീപ്ലേസ് ചെയ്യുന്നത്? നമ്മൾ മഹർ കൊടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സമയം, അല്ല എങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ട സമയം, നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ ഇബാദത്തുകൾക്കോ നമ്മൾ നൽകേണ്ട സമയമാണ് മൊബൈലിന് നൽകുന്നത്. ദുനിയാവിൽ അങ്ങനെ മൊബൈലിനായിട്ട് 1 മണിക്കൂർ എക്സ്ട്രാ കിട്ടൊന്നുമില്ല. അങ്ങനൊരു സംവിധാനം അല്ലാഹു ഈ ഭൂമിയിൽ വെച്ചിട്ടില്ല. നമ്മൾ അധിക സമയം കൊടുക്കുന്നുണ്ടോ മറ്റൊരാൾക്ക് നൽകേണ്ട ഹക്കിൽ നിന്നാണ് ആ സമയം നഷ്ടപ്പെടുക. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് നമുക്ക് ഹക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വലി നഫ്സിക അലൈക ഹഖൻ വലി അഹ്ലിക അലൈക ഹഖൻ. നിന്റെ നഫ്സിനോട് ഹക്കുണ്ട്, നിന്റെ കുടുംബത്തോട് ഹക്കുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് നൽകാനുള്ള ഹക്ക് നൽകണം. വീട്ടിലെത്തിയാൽ നമ്മുടെ മൊബൈൽ വെക്കാൻ ഒരിടം വേണം. സംഘടനാ പ്രവർത്തകരുണ്ട് ഇവിടെ, പലപ്പോഴും മീറ്റിംഗിലാണ്. വീട്ടിലെത്തിയാലും അവർ സൂമിലാണ്. ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റ് പോലും മക്കളുടെ കൂടെ നമ്മൾ ചിലവഴിക്കുന്നില്ല എങ്കിൽ എന്ത് പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്? നമ്മൾ നമ്മുടെ ഉമ്മയുടെ കൂടെ ഒന്ന് ഇരുന്നിട്ട് എത്ര ദിവസമായിട്ടുണ്ട്? നമ്മുടെ ഉമ്മയുടെ കൂടെ ഒന്ന് ഇരുന്നിട്ട് ആ ഉമ്മയുടെ കൈയൊന്ന് തലോടിയിട്ട് ഉമ്മയോട് അല്പനേരം ഒന്ന് സംസാരിച്ചിട്ട് എത്ര സമയമായിട്ടുണ്ട്? എത്ര കാലമായിട്ടുണ്ട്? ഉമ്മാക്ക് സമയം നൽകണം, മക്കൾക്ക് സമയം നൽകണം, ഭാര്യയ്ക്ക് സമയം നൽകണം. ഇതൊക്കെ സമയം ഉണ്ടാകും. വീട്ടിലെത്തിയാൽ മൊബൈൽ വെക്കാൻ ഒരിടം വേണം. അത് പരിശീലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഓരോരുത്തർക്കും നൽകേണ്ട ഹക്ക് അത് നൽകിക്കൊണ്ടു തന്നെ മുന്നോട്ട് പോകണം. നമ്മുടെ തീന്മേശയിൽ മൊബൈൽ ഉണ്ടാകരുത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉപ്പയുടെ കയ്യിൽ, ഉമ്മയുടെ കയ്യിൽ, മക്കളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാകരുത്. ഈ റമദാനിൽ നമ്മളത് പരിശീലിക്കണം. അവിടെ കുശലാന്വേഷണങ്ങൾ ഉണ്ടാകണം, പരസ്പരമുള്ള ഉപദേശങ്ങൾ ഉണ്ടാകണം, തമാശ പറച്ചിലുകൾ ഉണ്ടാകണം. അങ്ങനെ നമ്മൾ ക്രമീകരിക്കണം. മൂന്നാമത്തെ വിഷയം, നമ്മുടെ ആഖിറത്തിനെ തകർക്കരുത്, നമ്മുടെ പരലോകം തകർക്കരുത്. അമേരിക്കയിലെ വളരെ നീചനായ ഒരു മനുഷ്യൻ, അയാളുടെ ഒരു ഫയലുമായി ബന്ധപ്പെട്ട് US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ഒരു വാർത്തയാണ് ഇന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായൊരു ദ്വീപുണ്ടാക്കി അതിൽ ചെറിയ പെൺകുട്ടികളെ കൊണ്ടുവന്ന് ലോക നേതാക്കന്മാർക്ക് കാഴ്ചവെച്ച വളരെ നികൃഷ്ടനായ ഒരു മനുഷ്യൻ. അയാളുടെ ചെയ്തികൾ ഇന്ന് ലോകം ചർച്ച ചെയ്യുകയാണ്. 34 ലക്ഷം പേജ് അയാളുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. 34 ലക്ഷം പേജ്. അതിൽ വീഡിയോകളായിട്ടുള്ളത് അങ്ങനെയുണ്ട്, ചിത്രങ്ങളായുള്ളത് അങ്ങനെയുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് മനുഷ്യർക്ക് കഴിയുമെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്താൻ റബ്ബിന് കഴിയില്ലേ? അത് കൊണ്ടുവരുന്നൊരു പരലോകത്തിന് പ്രയാസമുണ്ടോ?
നാട്ടിൽ കാണാതായ ചാവി ഗൾഫിൽ നിന്ന് ബാപ്പ CCTV നോക്കിയിട്ടാണ് ഇതാ ആ റൂമിന്റെ അവിടെ ഉണ്ട്, മോന് കൊണ്ടുപോയിട്ടതാണെന്ന് പറയുന്നത്. അതാണ് കാലം. ഇവിടെ കാണാതായത് ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കൊടുക്കാൻ. സഹോദര, നമ്മളുടെ അമലുകൾ അത് കാണിക്കപ്പെടും. നമ്മുടെ മൊബൈലിൽ നമ്മൾ പരതുന്നത് കാണിക്കപ്പെടും. നമ്മൾ എങ്ങനെ ക്ലിയർ ചാറ്റ് അടിച്ചാലും, നമ്മൾ എങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയാലും, ആരും കാണാതിരിക്കാൻ നമ്മൾ എത്ര വലിയ ലോക്ക് വെച്ച് കഴിഞ്ഞാലും അത് കാണിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. വവുളിഅൽ കിതാബ്, ആ കിതാബ് നമ്മുടെ കൈകളിൽ ലഭിക്കും. ഫതറൽ മുജ്രിമീന മുശ്ഫിഖീൻ, അന്ന് കുറ്റവാളികൾ പേടിച്ചിരിക്കും, ഭയവിഹ്വലരായിരിക്കും, പേടിയോടുകൂടെ റബ്ബിന്റെ കോടതിയിൽ നിൽക്കും. വയഖൂലൂൻ മാ ലിഹാദൽ കിതാബ്, മനുഷ്യര് പറയും ഇതെന്തൊരു ഗ്രന്ഥമാണ്. വലുതു മാത്രല്ല ഉണ്ടാവല്, നമ്മൾ ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ ഇല്ലാ അഹ്സാഹാ, വലുതും ചെറുതുമായിട്ട് ഒന്നും ഇതിൽ വിട്ടേച്ചു പോയിട്ടില്ലല്ലോ. ഒരു 2 സെക്കൻഡ് അധികം നോക്കിയാൽ, ഒരു 2 സെക്കൻഡ് അധികം നോക്കിയാൽ അത് ആ കിതാബിൽ ഉണ്ടാകും. ഹറാമായി നമ്മൾ കണ്ട ചിത്രങ്ങൾ അത് രേഖപ്പെടുത്തപ്പെടും. റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കണം. നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തരുത്. ദുനിയാവിലെ നിന്യത എത്ര പ്രയാസാണ്. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഡിലീറ്റ് ചെയ്യാൻ മറന്ന് അത് മകന്റെ കയ്യിൽ കിട്ടിയാൽ, മകളുടെ കയ്യിൽ കിട്ടിയാൽ എത്ര നിന്ദതയാണ് കൂട്ടരെ. വാട്സപ്പിൽ ഒരു അന്യ പെണ്ണയക്കുന്ന മെസ്സേജ് അത് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അത് ഭാര്യയുടെ കയ്യിൽ കിട്ടിയാൽ, അത് ഭർത്താവിന്റെ കയ്യിൽ കിട്ടിയാൽ ആ ദാമ്പത്യത്തിന് എന്തു പ്രസക്തിയാണുള്ളത്? ദുനിയാവിലെ നിന്ദതയാണിത്. എങ്കിൽ പരലോകം അങ്ങനെയല്ല. പരലോകത്ത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മുന്നിൽ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മുന്നിൽ കാണിക്കപ്പെടുന്ന ദിവസമാണ്. ഇവിടെ ചിലപ്പോൾ നമുക്ക് നാവുകൊണ്ട് പിടിച്ചു നിൽക്കാം. നാവിനെല്ലില്ല, സുഖാണ്, അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഞാനല്ല, വേറെ ആളാണ് ഒക്കെ പറയാം. പരലോകത്തുണ്ടല്ലോ കയ്യ് സംസാരിക്കും. അത്തഹിയാത്തിൽ നമ്മൾ ചൂണ്ടുന്ന ഈ വിരലുണ്ടല്ലോ, ആ വിരല് നാളെ പരലോകത്ത് സംസാരിക്കും. നമ്മൾ പരതിയത്, നമ്മൾ കണ്ടത്, നമ്മൾ ടൈപ്പ് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ മൊബൈൽ നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്തുന്നതാകരുത്. വിശ്വസിച്ചൊരാളെ കയ്യിൽ കൊടുക്കാൻ കഴിയണം, ഭാര്യന്റെ കയ്യിൽ കൊടുക്കാൻ കഴിയണം. നമ്മുടെ ലോക്ക് ഭാര്യക്കറിയണം, ഭാര്യയുടേത് ഭർത്താവിനറിയണം. ഒരാൾ മൊബൈൽ എടുക്കുമ്പോഴേക്കും ഇങ്ങനെ പേടിച്ചു വിറച്ച് എത്രയും പെട്ടെന്ന് കയ്യിലേക്ക് കിട്ടണം, ആ ഒരു പ്രയാസം ഉണ്ടാകരുത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ആ വിഷയം ശ്രദ്ധിക്കണം. വലാ തഖ്റബു സിന, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്. ഒരു ചാറ്റാകട്ടെ, ഒരു ഗുഡ് മോർണിംഗ് ആകട്ടെ, ഒരു കുശലാന്വേഷണമാകട്ടെ, ഒരു അന്യ സ്ത്രീയുമായി അനർഹമായിട്ടുണ്ടാകരുത്. എന്റെ അടുത്താൽ അതിൽ പോയി വീഴും, സിനയിൽ ചെന്ന് ചാടും. അത് മൗലവിയും ചാടും, ഖുതുബ കേൾക്കുന്നവരും ചാടും, പണ്ഡിതനും ചാടും, എല്ലാവരും ചാടും. അടുക്കരുത് എന്ന് ഇസ്ലാം. എങ്കിൽ അത്തരമൊരു ബന്ധവുമായി നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും അടുക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ നശിപ്പിക്കരുത്, മൊബൈൽ നമ്മളെ നശിപ്പിക്കരുത്. പല കഴിവുണ്ട് നമുക്ക്, വായിക്കാൻ കഴിവുണ്ട്. ഒരു പുസ്തകം വായിച്ചിട്ട് എത്ര കാലായി? ഒരു പുസ്തകം വായിച്ചിട്ട് എത്ര കാലമായി? ചിന്തിക്കാൻ കഴിവുള്ളവരുണ്ട്, എഴുതാൻ കഴിവുള്ളവരുണ്ട്, കൃഷി അറിയുന്നവരുണ്ട്. വീട്ടിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇതൊന്നും ചെയ്യാതെ നമ്മളുടെ എല്ലാ കഴിവുകളും നഷ്ടപ്പെടുത്തി മൊബൈലിന്റെ മുന്നിൽ ഇങ്ങനെ ഒടിഞ്ഞുകുത്തി നമ്മുടെ ആയുസ് തീർക്കാൻ. സഹോദരന്മാരെ, നമ്മുടെ കഴിവുകൾ നമ്മൾ നശിപ്പിക്കരുത്. 5-ാമത്തെ കാര്യം, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ മറക്കരുത്. ഭാര്യയാണോ, മക്കൾ ഉത്തരവാദിത്താണ്. മക്കളുടെ കാര്യം, അവരുടെ തർബിയത്ത് ഉത്തരവാദിത്താണ്. ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് ഭാര്യയും മക്കളും, കുടുംബം. അധ്യാപകനാണോ, ആ വിദ്യാർത്ഥികളെ പഠിപ്പിക്കൽ ഉത്തരവാദിത്താണ്. അധ്യാപകൻ ക്ലാസ്സിൽ മൊബൈലേറ്റാണ്, ക്ലാസ് എടുക്കുമ്പോഴും മൊബൈലിലാണ്. വിദ്യാർത്ഥികളാണോ, പഠിക്കുക എന്നൊരു ഉത്തരവാദിത്തമാണ്. ഓരോ ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്.
അതിൽ നിന്ന് മൊബൈൽ നമ്മളെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിച്ച് ഈ റമദാനിൽ ചില തീരുമാനങ്ങൾ, നമ്മളുടെ മൊബൈലിന്റെ ഉപയോഗത്തിൽ ചില നിയന്ത്രണങ്ങൾ നാം ഉണ്ടാക്കി തീർക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആറാമത്തെ ഒരു കാര്യം, നമ്മളുടെ മക്കളെ നമ്മൾ നശിപ്പിക്കരുത്. 3 വയസ്സുവരെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത് എന്നാണ്. നമ്മൾ അവരടങ്ങിയിരിക്കാൻ കാണുന്നൊരു വഴി അവർക്ക് മൊബൈൽ കൊടുക്കലാണ്. ഭക്ഷണം കഴിക്കാനുള്ള എളുപ്പ വഴി മൊബൈൽ കൊടുക്കലാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളല്ല മക്കളെ വളർത്തുന്നത്, സോഷ്യൽ മീഡിയയാണ് മക്കളെ വളർത്തുന്നത്, മൊബൈലാണ് മക്കളെ വളർത്തുന്നത്. അവരുടെ ബുദ്ധി വികസിക്കുന്ന, അവരാരാകണമെന്ന് തീരുമാനിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നത് മൊബൈലിലൂടെയാണ്. ഇതൊരു തലമുറയെ നശിപ്പിക്കും. അത് നാം വളരെയേറെ ശ്രദ്ധയോടുകൂടെ നോക്കിക്കാണണം. അതുകൊണ്ടാണ് ചില കുട്ടികൾ അവരെ സംസാരം മൊബൈലിൽ അവർ കാണുന്ന ചില കാർട്ടൂണിലെ ക്യാരക്ടർ അതിൻ്റെ അതേ സംസാരമാണ്, അതിൻ്റെ അതേ നടത്തം, അതാണ് അവരെ സ്വാധീനിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഒരു സദസ്സിലിരിക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഉപയോഗിക്കരുത്. ഒരു സദസ്സ് ഒരു മദ്രസയാണ്, ഒരു പാഠശാലയാണ്. ആ സദസ്സിൽ നിന്ന് ഒരുപാട് അറിവുകൾ നമുക്ക് നേടിയെടുക്കാനുണ്ട്. ആളുകളോട് സംസാരിക്കുന്നതിലൂടെ പലതും നേടിയെടുക്കാനുണ്ട്. അറിയാത്ത പല കാര്യങ്ങൾ അറിയും, പുതിയ ബന്ധങ്ങൾ ഉണ്ടാകും. ഇന്നൊരു സദസ്സിൽ 10 ആളുണ്ടെങ്കിൽ 9 ആളും മൊബൈലിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോതിരം ധരിച്ചു. സഹാബത്തിന്റെ അരികിലാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇലൈക്കും നദറ വ ഇലൈഹി നദറ. റസൂലുള്ളാഹി ആ മോതിരത്തിലേക്കും നോക്കും, സഹാബത്തിലേക്കും നോക്കും. ഫറമാ ബിഹി. എന്നിട്ട് നബി ആ മോതിരം എടുത്ത് വലിച്ചെറിഞ്ഞു. ആ മോതിരം കാരണം ആ സ്വഹാബത്തിന്, ആ സദസ്സിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ആ മോതിരത്തിലേക്കാണ് നോക്കുന്നത്, പിന്നെ സദസ്സിലേക്ക് നോക്കും, സ്വഹാബത്തിലേക്ക് നോക്കും. അള്ളാഹുവിന്റെ റസൂൽ ആ മോതിരം എടുത്ത് വലിച്ചെറിഞ്ഞു. ഒരു വലിയ പാഠം അതിലുണ്ട്. നമ്മളൊരു കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ സംസാരിക്കണം, ബന്ധങ്ങൾ ഉണ്ടാക്കണം, അവിടെ നിന്ന് ആളുകൾ പറയുന്ന കാര്യം കേൾക്കണം, ശ്രദ്ധിക്കണം. അവിടെയും നമ്മളൊരു മൊബൈലിലേക്ക് പോകുന്ന, വീട്ടിലേക്കൊരു വിരുന്നുകാർ വന്നാൽ മകൻ മൊബൈലിലാണ്. കുട്ടിയെ വിളിച്ചു പറയണം, മോനെ സല്ലിം, എൻ്റെ കുട്ടി സലാം പറയും. ഇത് എളാപ്പേണ്, മുത്താപ്പേണ്, കുടുംബക്കാരാണ്, ബന്ധങ്ങളൊന്നുമില്ല. വിരുന്നുകാരും ബാപ്പിയും സംസാരിക്കുന്നുണ്ടാകും, സ്ത്രീകളും ഉമ്മയും സംസാരിക്കുന്നുണ്ടാകും. മകൻ മൊബൈലിലാണ്, മകള് മൊബൈലിലാണ്. അല്ല, ബന്ധങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. ഒരാൾ വീട്ടിൽ വന്നാൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അവരുടെ ഉപയോഗത്തിനൊരു സമയം നിശ്ചയിക്കണം. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ തീരെ പാടില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അവിടെ ക്രമീകരണങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. പരിശുദ്ധ റമദാൻ പ്രത്യേകിച്ച് മൊബൈൽ നമ്മളിൽ നിന്ന് തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. നമ്മൾ ആലോചിക്കേണ്ട, ശൈത്താൻ കൊണ്ടുപോകുന്ന ഒരു കോലം നോക്കും. നോമ്പ് നോറ്റ് പ്രതിഫലം ആഗ്രഹിക്കുന്ന ഈ ഉമ്മത്ത് ചെയ്തു കൂട്ടുന്ന പണികൾ എന്തെല്ലാമാണ്. നോമ്പ് നോറ്റിട്ട് വൈബ് തേടി പോവാണ് നോമ്പ് തുറക്കാൻ. എന്നിട്ട് എത്രയോ അകലങ്ങൾ, ചിലര് കുന്നിന്റെ മുകളിൽ, കടലിന്റെ അവിടെ, എന്നിട്ട് അവിടെ കുറെ വിളക്ക് വെച്ച്, കുറെ ലൈറ്റുകൾ അലങ്കരിച്ച്, എന്നിട്ട് അവിടെ നോമ്പ് തുറ. അതിൽ പ്രത്യേകമായൊരു അലങ്കാരം കാണിച്ചു കൊടുക്കാൻ. ആരെങ്കിലും ഒരാൾ ചെയ്ത് ഒരു റീലാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സമുദായം മുഴുവൻ അതിന്റെ പിന്നാലെ. അവസാനത്തെ 10 പള്ളിയിൽ ഇത്തികാഫിരിക്കുന്ന സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ ഭാര്യമാരും പള്ളിയിലിരുന്ന സമയം, അവിടെ ഉപ്പിലിട്ടതും നാട്ടിലുള്ള പലജാതി ഐറ്റം റമദാനായാലും ഇറങ്ങും, പലജാതി സോഡ, എന്നിട്ട് അതിന്റെ പിറകെ രാത്രിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അത്തായം മുതൽ റീലെടുത്തുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് എത്ര ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. റുബ്ബ സായിമിൻ
ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ'. എത്ര നോമ്പുകാരാണ് പട്ടിണിയല്ലാതെ അവർക്കൊന്നും ലഭിക്കുന്നില്ല, വിശപ്പേ കിട്ടുന്നുള്ളൂ. വൈബല്ല റമളാൻ, പെരുന്നാൾ ആഘോഷമാണ്. റമളാൻ ഇസ്തിഗ്ഫാറാണ്. റമളാൻ അലങ്കാരങ്ങളുടെ പിറകെയുള്ള ഓട്ടമല്ല. റമളാൻ പള്ളിയിൽ ഇരുന്നു കൊണ്ട് കണ്ണീർ പൊഴിക്കലാണ്. റമളാൻ ഖുർആനിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഹൃദയം തുറക്കലാണ്. റമളാൻ അള്ളാഹുവിന്റെ മുന്നിലിരുന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കലാണ്. രാത്രി നിസ്കാരമാണ്. ഇതാണ് റമളാൻ. പാപങ്ങൾ കഴുകിക്കളയണം. റമളാൻ കഴിഞ്ഞിട്ട് പാപങ്ങൾ ബാക്കിയുണ്ടോ? അവൻ സ്വന്തത്തിന്റെ നാശം തേടിയവനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഒരു ജാഗ്രത, ഒരു ശ്രദ്ധ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. നമ്മളുടെ ദേഹേച്ഛയെ നിയന്ത്രിക്കാൻ, അതിന് കടിഞ്ഞാണിടാൻ, അതിന് പരിശീലനം നൽകാൻ നമുക്ക് സാധിക്കണം. റഹ്മാനായ റബ്ബ് പരിശുദ്ധ റമളാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന മഹാബുദ്ധിമാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.